വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കണോ? ഇന്ന് നമ്മുടെ 7th വെഡിങ് ആനിവേഴ്സറിയാണ്. വിഷ്ണു എണീക്കുന്നതിൻ്റെ മുന്നേ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. പറയുന്നത് കേൾക്കുന്നുണ്ടോ? താഴത്തേട്ട് ഉറക്കെ സംസാരിക്കാം. ഓക്കെ. ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് സർപ്രൈസ് ആയത് കാരണം കേട്ടോ ശബ്ദം കുറച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നത്. നമുക്കൊന്ന് റെഡിയായി താഴെ പോയിട്ട് കാര്യങ്ങൾ ഉഷാറായിട്ട് പറയാം. ഇന്ന് നമ്മൾ ന്യൂട്രിഡേമിന്റെ ഡീടോക്സ് ക്ലെൻസറാണ് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിൽ 2% ഗ്ലൈക്കോളിക് ആസിഡ് സ്കിൻ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്ത് ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കൂടാതെ ഡൾ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. എൻ്റെ ഡ്രൈ സ്കിൻ ആണെങ്കിലും ഓരോ ഫേസ് വാഷിന് ശേഷവും സ്കിൻ അങ്ങനെ ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യാറില്ല. ഇതിൽ സോഡിയം PCA സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി ഫേസ് വാഷിന് ശേഷവും സ്കിന്നിന്റെ ഹൈഡ്രേഷൻ ഒന്നും കൂടെ ശ്രദ്ധിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ന്യൂട്രിഡേമിന്റെ വൈറ്റമിൻ ഇ ബേസിൽ വരുന്ന മോയ്സ്ചറൈസർ. ഇത് ന്യൂട്രിഡേമിന്റെ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് പിന്നെയും വാങ്ങിച്ച് ഉപയോഗിക്കാൻ തോന്നുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. വൈറ്റമിൻ ഇയുടെ ബെനിഫിറ്റ്സ് ഒരുപാടുണ്ട് സ്കിന്നിൽ. ഇതിലെ വൈറ്റമിൻ ഇ സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്ത് റെഡ്നെസ് കുറച്ച് സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. ബ്ലെൻഡ് ചെയ്യാൻ ഈസിയാണ്, സ്കിന്നിൽ നന്നായിട്ട് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. ഞാൻ സ്കിൻ കെയറിൽ മാത്രമല്ല മേക്കപ്പ് ബേസ് ആയിട്ടും ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് എപ്പോഴും നന്നായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും പെയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോമ്പിനേഷനാണ് ഈ ഒരു ഡീടോക്സ് ക്ലെൻസറും വൈറ്റമിൻ ഇ മോയ്സ്ചറൈസറും. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒപ്പം ഞാൻ കമന്റ് സെക്ഷനിലും പിൻ ചെയ്ത് വെക്കാം. കൂടാതെ ഈ 2 പ്രൊഡക്ട്സും ഐബീരിയ സ്കിൻ ബ്രാൻഡ്സിലും അവൈലബിൾ ആണ്. വെബ്സൈറ്റ് ഇതവിടെ കൊടുക്കുന്നുണ്ട്. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണം. കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് ഒരു പനി ആഘോഷമായിരുന്നു കേട്ടോ. യുവിക്ക് പെട്ടെന്ന് മാറി, വിഷ്ണുവിനും പെട്ടെന്ന് മാറി. ഞാൻ അത് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ടെമ്പറേച്ചറൊക്കെ പെട്ടെന്ന് മാറിയിരുന്നു, പക്ഷെ അതിനുശേഷം ത്രോട്ട് ഇൻഫെക്റ്റഡ് ആയി. മിനിയാന്ന് വരെ എനിക്ക് കാറ്റ് മാത്രമായിരുന്നു പുറത്ത് വരുന്നുണ്ടായിരുന്നു ഒരു 2-3 ദിവസത്തിന്. പിന്നെ ഇപ്പോൾ കുറച്ചിങ്ങനെ ആവിയൊക്കെ പിടിച്ച് സൗണ്ട് റെസ്റ്റ് ഒക്കെ എടുത്ത് ശബ്ദമൊക്കെ ബെറ്ററായി. ഇതേ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 70% ശബ്ദം നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇന്ന് പക്ഷെ നമുക്കങ്ങനെ റെസ്റ്റ് എടുത്ത് വ്ളോഗ് എടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരു ദിവസമല്ല. ഇന്ന് എൻ്റെ വിഷ്ണുവിൻ്റെയും 7th വെഡിങ് ആനിവേഴ്സറിയാണ്, ഫെബ്രുവരി 3-ാം തീയതി. 7 കൊല്ലമൊക്കെ എത്ര പെട്ടെന്നാണ് പോയത്. ഇന്നലെ രാത്രി നമ്മളിങ്ങനെ പറയുമായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞ് തന്നെ വളരെ അടുത്തായിട്ട് തോന്നുന്നു. യുവി ഉണ്ടായതേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. അപ്പോൾ കല്യാണം ഉറപ്പിച്ച സമയത്ത് കല്യാണം കഴിക്കണോ വേണ്ടേ, നമുക്ക് അത്യാവശ്യം സംസാരിക്കുന്നു മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, ആ ഒരു സമയമൊക്കെ പഠിത്ത് കഴിഞ്ഞ പോലെ തോന്നുക. അങ്ങനെ പറഞ്ഞ് 7 കൊല്ലം കഴിഞ്ഞു. നമ്മൾ 7ാമത്തെ കൊല്ലത്തിലോട്ട് കിടക്കുകയാണ്. എത്ര പെട്ടെന്നാണ് ദിവസം പോണം. അപ്പോൾ ഇന്നെന്താ പ്ലാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഒരു ചൊവ്വാഴ്ചയാണ്. വർക്കിംഗ് ഡേയ്സിലാണ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി വരുന്നതെന്നുണ്ടെങ്കിൽ വിഷ്ണു ആ ദിവസം ലീവ് എടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് വിഷ്ണു ലീവ് എടുത്തിരിക്കുകയാണ്. നമ്മൾ രണ്ടുപേരും കൂടെ ഒപ്പം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഡേ അത്രേ ഉണ്ടാവാറുള്ളൂ. എന്തെങ്കിലുമൊക്കെ ചെറിയ ഗിഫ്റ്റ് കൊടുക്കുക അങ്ങനെ. സത്യം പറഞ്ഞാണ്ടല്ലോ, നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് നമ്മൾ പറയുമായിരുന്നു നമ്മൾ ബർത്ത്ഡേസിലാണ് ഗിഫ്റ്റ് കൊടുക്കുക, ആനിവേഴ്സറിക്ക് നമ്മൾ ഗിഫ്റ്റും കാര്യങ്ങളൊന്നും കൊടുക്കില്ല, നമ്മൾ ഒരുമിച്ച് ഒരു ട്രിപ്പ് പോകുന്നു. ആ ഫസ്റ്റ് ഇയർ അത് പറഞ്ഞെങ്കിലും 7 കൊല്ലം കഴിഞ്ഞപ്പോൾ 7 കൊല്ലം ആ ഒരു സമയത്ത് ആനിവേഴ്സറിക്ക് വേണ്ടി നമ്മൾ ട്രിപ്പ് പോയത് വളരെ കുറവാണ്. അപ്പൊ എന്തായാലും പക്ഷെ ഇന്നെ റൗണ്ട് ഇപ്പൊ നവംബർ, ജാൻ, ഫെബ്, മാർച്ച് ആ ഏരിയ ഒക്കെ ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് എപ്പോഴെങ്കിലും ഒരു ട്രിപ്പ് പോകാറുണ്ട്. പക്ഷെ ആ ഡേറ്റിന് നമ്മൾ ട്രിപ്പ് പോയിട്ടില്ല എന്നുണ്ടോ എൻ്റെ ഓർമ്മ. അപ്പൊ എന്തായാലും ഇത്തവണത്തെ ആനിവേഴ്സറിന്റെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായ പ്ലാനൊന്നുമില്ല. നമ്മൾ മൂന്ന് പേരും കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഒരു ചെറിയ ദിവസം. ഞാനിപ്പോൾ വിഷ്ണു എണീറ്റ് വരുന്നതിന് മുന്നേ ചെറുതായിട്ടൊരു സർപ്രൈസ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നമ്മൾ ടേബിൾ അങ്ങോട്ട് ഏകദേശം നിറയ്ക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഡോർ തുറന്നു വരുമ്പോൾ ഒരു എക്സ്പ്രഷൻ കിട്ടുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എന്തായാലും നമുക്ക് നോക്കി വെക്കാം. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മീൽ പ്രപ്പിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട്. വിഷ്ണുവിന് ഒരു ഐഡിയ ഇല്ല ഇന്ന് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട് എന്നുള്ളത്. കാരണം ഇപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ ഏകദേശം ഒരു 6-6:30 എണീക്കാറുണ്ടല്ലോ. അതിൻ്റെ ഭാഗ്യം എണീറ്റതാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഈ സമയം കളയണ്ട, നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെ പോകുന്നു എന്ന്. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. നമ്മളിതൊരു ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റിനെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ചിക്കൻ കറി ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മീൽ പ്രപ്പിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ഇടിയപ്പം, ഒരു ബുൾസൈ, കുറച്ച് കട്ട് ഫ്രൂട്ട്സ്, യോഗർട്ട്, പിന്നെ ഒരു കേക്ക്, ഒരു ഫ്ലവർ, അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഈ ടേബിൾ അങ്ങോട്ട് നിറയ്ക്കാം. സീക്രട്ടായിട്ട് വിഷ്ണു ഒരു കേക്ക് ഇതിൻ്റെ ഉള്ളിൽ വാങ്ങിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട്.
ഞാൻ സീക്രട്ടായിട്ട് ഒരു കേക്ക് പ്രദൂനോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 കേക്കായി. ഇതിൻ്റെ പുതിയ ചായപാത്രമാണ്. രസമല്ലേ കാണാൻ? ഞാൻ ഇന്നലെ വൈകുന്നേരം ആൽബർട്ടൈനിൽ പോയിട്ട് ഇന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. കവർ ഞാൻ മാക്സിമം ഒളിപ്പിച്ചിട്ടൊക്കെ വീട്ടിൽ കയറ്റാൻ നോക്കിയായിരുന്നു. പക്ഷെ വിഷ്ണു അത് കണ്ട് എന്തിനാണ് ഇത്രയും ഫ്രൂട്ട്സ് വാങ്ങി വന്നിക്കണമെന്നുള്ള ക്വസ്റ്റനിങ് ഒക്കെ ഇന്നലെ വൈകുന്നേരം കഴിഞ്ഞായിരുന്നേ. അതുകൊണ്ട് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി ചെറിയൊരു ധാരണ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഈ ഒരു ഇടിയപ്പത്തിൻ്റെ പാത്രം ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യേ. നല്ല കട്ടിയുള്ള സ്റ്റീലാണ്. ഒപ്പം അതിൻ്റെ അകത്തുണ്ടല്ലോ നമുക്ക് പൊടി ഇഡ്ഡലി, ഇടിയപ്പം, വട്ടയപ്പം, അട, അതേപോലെ പച്ചക്കറികൾ എന്തെങ്കിലും ആവി കെട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു 5-6 തട്ട് വരുന്നുണ്ട്. പിന്നെ നല്ല കട്ടിയുള്ള സ്റ്റീലുമാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നല്ലൊരു ഇടിയപ്പ പാത്രം അന്വേഷിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പാത്രം റെക്കമെൻഡ് ചെയ്യുന്നു. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മുട്ട കൊണ്ട് കുറച്ച് ഫാൻസി ആയിട്ടുള്ള ഒരു ബുൾസൈ ഉണ്ടാക്കാം. കുറച്ച് തക്കാളിയും അതേപോലെ കുറച്ച് പച്ചപ്പും ഒക്കെ കൊടുത്തിട്ട് എനിക്കിങ്ങനെ എന്തെങ്കിലും സർപ്രൈസസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരുന്നതിൻ്റെ മുന്നേ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്ത് തീർക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ ആവാൻ തുടങ്ങും. കാരണം എനിക്ക് പകുതിയായിട്ട് ആ ആൾ വരുന്നതിനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല. എനിക്ക് ഒരു വരുമ്പോക്ക് ചെയ്ത് തീർക്കണം. അതിൻ്റെ ഒരു ടെൻഷനോട് കൂടെയാണ് ഇന്ന് രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത്. ഇനി 2 ഗ്ലാസ്സിൽ നല്ല കളറിൽ ഓറഞ്ച് ജ്യൂസും കൂടെ ഒഴിച്ചാൽ നമ്മുടെ ടേബിളിന് വേണ്ട സംഗതികളെല്ലാം റെഡിയായി. നല്ല കളർഫുൾ ആയിട്ടുണ്ടായിരിക്കും കേട്ടോ എല്ലാം കൂടെ. എനിക്ക് വിഷ്ണുവിന് കൊടുക്കാനുള്ള ബൊക്കയും അതേപോലെ തന്നെ കേക്കും ഞാൻ പ്രദുവിൻ്റെ അവിടെ വാങ്ങി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവിടെ വെച്ചാൽ വിഷ്ണു അറിയുമല്ലോ. വിഷ്ണു പ്രദു തരാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് നടക്കാം. ഞാനും വിഷ്ണു വാങ്ങിയത് ഏകദേശം ഒരേ കേക്കാണെന്ന് സംശയമുണ്ട് സാർ. യെസ്, കേക്ക് ഞാൻ വാങ്ങിക്കില്ല എന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ ഇത്തവണ എന്തോ ഒരു ഫീല് കേക്ക് കട്ട് ചെയ്യാൻ. അപ്പം അതിൻ്റെ മുകളിൽ വാങ്ങിയതായിരുന്നു. പക്ഷെ 2 കേക്ക് കഴിച്ചു. നമ്മുടെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ തീർന്നു. ഇവിടെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, ഇടിയപ്പം, ചിക്കൻ കറി, ചായ, ജ്യൂസ്, യോഗട്ട്, കാഷ്യൂ, ഡേറ്റ്സ്, മുട്ട ചെറുതായി ഒന്ന് ചീറ്റിപ്പോയി. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വെക്കാം. പിന്നെ ഒരു കേക്കും. ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു ആനിവേഴ്സറി ബ്രേക്ക്ഫാസ്റ്റ്. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇത് നമുക്ക് ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. എൻ്റെ ഒരു ടേബിൾ റണ്ണർ ഇല്ല എന്നുള്ള സത്യം ഞാൻ ഇന്നലെയാണ് മനസ്സിലാക്കിയത്. ഞാൻ റോസിനോട് പ്രദുവോടെ പോയിരുന്ന സമയത്ത് കൊടുത്തയക്കാൻ മറന്നു. പക്ഷെ റോസ് ഒന്ന് മറന്നത് കാരണം നമുക്ക് എന്തെങ്കിലും വേറെ ഉടായി പുതുപ്പിച്ച് സെന്ററിൽ നമുക്ക് എന്തെങ്കിലും ഒരു സംഗതി. നല്ല രസമല്ലേ എല്ലാ കളേഴ്സും കൂടെ കാണാൻ വേണ്ടിയിട്ട്. നമുക്കിനി കുടിക്കാൻ നേരാവുന്ന സമയത്ത് ആ ചായ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കേണ്ടി വരും. ചായ മാത്രമല്ല കേട്ടോ, ഒട്ടുമിക്ക എല്ലാ സംഗതികളും ചൂടാക്കി എടുക്കേണ്ടി വരും. നല്ല തണുപ്പാണല്ലോ ഇപ്പോൾ ഇവിടെ. അതുകൊണ്ട് തന്നെ വിഷ്ണു എണീറ്റ് വരുമ്പോഴേക്കും എല്ലാം തണുക്കാൻ നല്ല സാധ്യതയുണ്ട്. എൻ്റെ അടുത്ത് കേക്ക് സ്റ്റാൻഡ് അകത്ത് കുറച്ച് വലുതാണ്. അതുകൊണ്ട് നമുക്ക് ഈ 2 പാത്രം വെച്ച് ഇങ്ങനെ ഒരു കേക്ക് സ്റ്റാൻഡ് റെഡിയാക്കാം. ഇത് നമ്മൾ ഇന്നാണ് പോയി വാങ്ങിയ സൺഗ്ലാസ്സില്ലേ, അതാണ്. ഒരു ബൊക്കെയുണ്ട്. സാധാരണ വിഷ്ണു എണീക്കേണ്ട സമയമായി. ഇന്ന് എണീക്കുന്നത് ലീവാന്നുള്ളതുകൊണ്ടായിരിക്കും. ഞങ്ങളൊന്ന് പുറത്ത് പോകണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എണീക്കുന്ന സമയം അനുസരിച്ച് വേണമെന്നൊക്കെ ചെയ്യാം. എന്താപ്പത് 8 എന്ന് പറഞ്ഞ 8:30, 8:30 എന്ന് പറഞ്ഞ 9. ഇതുവരെ വിഷ്ണു എണീറ്റിട്ടില്ല. ഇനി നിർബന്ധിച്ച് വിളിക്കണ്ടെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുന്നു. 9 മണിക്ക് എണീറ്റില്ലെങ്കിൽ ബുദ്ധിമുട്ടാവില്ലേ? നമുക്കൊന്ന് വിളിക്കാം. എന്നാ എണീറ്റോളൂ. ഇനി ലേറ്റായ ഡേ പകുതി പോയി പോകും. വിഷ്ണു എണീറ്റിട്ടുണ്ട് കേട്ടോ. യുവിയുടെ രാവിലത്തെ പരിപാടിയൊക്കെ വിഷ്ണുവാണ് ചെയ്യാറ്. ഡയപ്പർ ചേഞ്ച് ചെയ്യുക, ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതൊക്കെ കഴിഞ്ഞ് ഒരു 10 മിനിറ്റിൽ എത്തുമായിരിക്കും. ഈ ഒരു സർപ്രൈസ് കൊടുക്കാനും വന്നുടനെ പൂവും ഗിഫ്റ്റും കൊടുക്കാൻ വേണ്ടി കാത്തിരുന്ന് പുഴമിലിഞ്ഞ് കടവഴിഞ്ഞ് കാലവും കടന്നുപോയി അടുത്ത വെഡിങ് ആനിവേഴ്സറി ആവുമെന്ന് അവൻ്റെ പൊന്നു മക്കളെ എനിക്കിവിടെ നിന്ന് മതിയായി. 9 മണിക്ക് എണീറ്റ ഒരാൾ ഏകദേശം 10 ആകുമ്പോഴാണ് താത്തേക്ക് എത്തുന്നത്. അങ്ങനെ അവസാനം ആ ഒരു അസുലഭ നിമിഷമായിരിക്കുകയാണ്. താഴത്തോട്ട് വരാഞ്ഞിട്ട് എൻ്റെ ക്ഷമ നശിച്ചിട്ട് 2-3 തവണ ഞാൻ വരാനായില്ലേ എന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത്രയും നേരത്തെ എണീറ്റ് കുറച്ച് ശബ്ദം അടുക്കളയിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ഐഡിയ വിഷ്ണുവിന് കിട്ടാനാണ് സാധ്യത കൂടുതൽ. ഞാൻ പറഞ്ഞില്ലേ, ആ മുഖത്ത് തന്നെ ക്ലിയർ ആണ് വിഷ്ണു ഇത് ഏകദേശം ഊഹിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. എന്താന്ന് ഗസ് ചെയ്യൂ. ഞാനും ദീപ ചേച്ചിയും കൂടെ പുറത്തു പോയതൊക്കെ താൻ കണ്ടതാണ്. പക്ഷെ എന്നാലും എനിക്കൊരു വൈൽഡ് ഗസ് ഉണ്ടായിരുന്നു. എന്തായിരിക്കും ഞാൻ വിചാരിച്ചു താൻ അത് വിചാരിക്കുന്നു. അതുകൊണ്ട് അത് വാങ്ങിക്കണ്ട വിചാരിച്ചു. ആണോ? അത് വേണമെങ്കിൽ മാറ്റാട്ടോ. എനിക്ക് ആ ഫ്രെയിം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നു എനിക്ക് തോന്നി. കുറച്ച് നല്ല മെറ്റലായിട്ട് തോന്നി എനിക്ക്. പക്ഷെ നല്ലതല്ലേ? നല്ല ബ്ലാക്ക് ഫ്രെയിം.
സ്ലീക്ക് ആൻഡ് ഗുഡ് അല്ലേ? കണ്ണട എനിക്ക് മോഡൽ ഇഷ്ടപ്പെട്ടു, പക്ഷെ കുറച്ച് ഹെവിയാണ്. ലൈറ്റ് വെയിറ്റ് ആണോ നല്ലത്, ഹെവി ആണോ നല്ലത് ഞാൻ മനസ്സിലാക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ മറ്റേത് അതേതിന്റെ പിന്നെ താൻ സ്ഥിരമായിട്ട് കണ്ണട വെക്കുന്ന ആളല്ലല്ലോ. യുവിക്ക് ഇവിടെ ആകെ അത്ഭുതം കേട്ടോ. രാവിലെ ഡീറ്റ് വന്നിട്ട് ഇന്നേ വരെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. എന്താ ഇവിടെ നടക്കണെന്ന്. എന്താണ് ഈ 7 കൊല്ലത്തെ പറ്റി പറയാനുള്ളത്? 7 കൊല്ലമായി എന്നുള്ളതിന്റെ ഒരു സംഭവം എന്താ എനിക്ക് തോന്നണില്ല. 7 കൊല്ലായി. ഇതാ ആകെ എനിക്ക് മെയിനായിട്ട് ഇവ വന്നാണ്, അതുകൊണ്ടൊരു കൊല്ലം പോയത് തോന്നുന്നുണ്ട്. അല്ലാതെങ്കിൽ ഭയങ്കര പെട്ടെന്നാണ് സമയം പോയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു. ഒരു 1, 2, 3 ഓക്കെ, 7 കുറച്ച് ഓവറാണ്. യുവി ഇവിടെ ബാക്ക് കിടന്ന് സർക്കസ് കളിച്ചോണ്ടിരിക്കണം എന്റെ കയ്യിൽ. അതാണ് ഈ കിതപ്പ് കേൾക്കണത്. കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവനെ പ്ലേമാറ്റ് കിടത്തിക്കോനെ, രാവിലെ പ്ലേമാറ്റ് കിടക്കുന്നത്. ഈ ഒരു ഗ്ലാസിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഈവൻ ഇപ്പൊ വിഷ്ണുവിന്റെ ഒരു മൂഡില്ല ഈ ഗ്ലാസ് ഇടാന്നുണ്ടെങ്കിൽ എനിക്ക് സുഖമായി ഈ ഗ്ലാസ് ഇടാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഗ്ലാസ്. എനിക്ക് ഇതും വേറൊരു ബ്രൗൺ ഗ്ലാസ്സോടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ബ്രൗൺ ഗ്ലാസ് ഒന്ന് കാണിച്ചു തരാൻ വേണമെങ്കിൽ നമ്മൾ പോകുമ്പോൾ. അപ്പം ഇനി അതാ ഇഷ്ടമുണ്ടെങ്കിൽ വേണമെങ്കിൽ മാറ്റിയെടുക്കാം. അതിൻ്റെ ആ ഒരു ബ്രൗൺ ലെൻസൊക്കെ നല്ല രസമുണ്ടായിരുന്നു, പക്ഷെ കുറച്ചും കൂടെ ചെറുതായിരുന്നു. എനിക്ക് തോന്നുന്നു വിഷ്ണുവിന്റെ ഫേസിന് നമ്മൾ എപ്പോഴും പോയി ട്രൈ ചെയ്യുമ്പോൾ എല്ലാ ഷേപ്പും അങ്ങനെ മാച്ച് ചെയ്യാറില്ല. പൊതുവെ എല്ലാ ഫേസിനും മാച്ച് ചെയ്യുന്ന ഒരു ഷേപ്പാണ് ഏവിയേറ്റർ. അതും വിഷ്ണുവിന്റെ മുഖത്ത് അത്ര മാച്ച് ചെയ്യാറില്ല. പക്ഷെ ഇത് എനിക്ക് മാച്ച് ചെയ്യുന്നു തോന്നിയായിരുന്നു, കാരണം ഇപ്പോഴുള്ള ഗ്ലാസ് ഏകദേശം ഈ ഷേപ്പാണ്. പക്ഷെ കാണാൻ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇതെടുത്തേ. റിട്ടേൺ ചെയ്യുന്നുണ്ടോ വിഷ്ണു? ഇഷ്ടമായില്ലെങ്കിൽ തീർച്ചയായും റിട്ടേൺ ചെയ്യണം കേട്ടോ. ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം കയ്യിലേക്ക്. എന്തെങ്കിലും വാങ്ങിക്കണമെന്നോ? സൺഗ്ലാസ് ആക്ച്വലി എനിക്ക് ആവശ്യമില്ല എന്നാണ് താൻ വിചാരിക്കണത്? എന്റെ അടുത്ത് ഒരെണ്ണം ഉള്ളത്. ഞാൻ സൺഗ്ലാസ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ആളല്ലല്ലോ. ലൈക്ക് ഈവൻ ഡ്രൈവ് ചെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ കുറച്ച് സൺഗ്ലാസ് യൂസ് ചെയ്യാറ്. അപ്പം അത് കൂടുതൽ ഞാൻ സൺഗ്ലാസ് യൂസ് ചെയ്യാറില്ല. സോ 2 സൺഗ്ലാസ് എനിക്ക് കുറച്ച് ഓവർ ആവുമോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. നല്ലതായിരിക്കും. എന്താ പോലെ നന്മ 2 സൺഗ്ലാസ് ഒക്കെ ഒരാൾക്ക് ആവാന്നൊക്കെ തോന്നുന്നത്. വിഷ്ണുവിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കമന്റ് എന്തായിരുന്നു എന്നറിയോ? കഴിഞ്ഞ റീസെന്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്നത്. വിഷ്ണു അധികം ഒരേ ജാക്കറ്റ് ആണല്ലോ ഉപയോഗിക്കാറ്. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ താല്പര്യങ്ങളല്ലേ. വിഷ്ണു അത് കേട് വരുമ്പോൾ വേറെ ജാക്കറ്റ് മതി എന്നാണ് വിഷ്ണുവിന്റെ ഒരു കാഴ്ചപ്പാട് അതില്. അപ്പൊ ഒരാളുടെ കമന്റ് ഞാനും വിഷ്ണു ഒരുമിച്ച് ചിരിച്ചതായിരുന്നു. ലോയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിന്റെ ജാക്കറ്റിനോട് ലോയൽ ആവുന്നതാണ്. ഇത്രയും ഒരു വിന്റർ ടൈമിൽ വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കുക പോലും ചെയ്യാറില്ല. ഓൾവേസ് ലോയൽ ടു ഹിസ് ജാക്കറ്റ്. ഇഷ്ടപ്പെട്ടായിരുന്നു കമന്റ്? നല്ല കമന്റ്. നമ്മൾ ഒരുപാട് ചിരിച്ചായിരുന്നു. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ് റിട്ടേൺ ചെയ്യാം. ഗിഫ്റ്റ് അത് ചോദിച്ചോക്കേണ്ടി വരും. റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് 30 days, 10 ദിവസത്തോളം. ജാക്കറ്റ് വാങ്ങിക്കാനാണോ? ഞാന് ഗിഫ്റ്റ് കൊടുക്കുമ്പോഴേ റിട്ടേൺ ചെയ്യുന്നതൊക്കെ ചില ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കുമല്ലോ. അത് ഗിഫ്റ്റ് തന്നെ നമ്മുടെ ഒരു സെന്റിമെന്റ്സിന്റെ മുകളിൽ നമ്മൾ കൊടുക്കുന്ന കാര്യമല്ലേ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുന്നത് ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരിക്കും, ചില ആൾക്കാർക്ക് ഓക്കെ ആയിരിക്കും. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, അല്ലെങ്കിൽ എൻ്റെ വിഷ്ണു ഇവിടെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ കാണാറുള്ളൊരു കാര്യം, ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യും കേട്ടോ. പക്ഷെ നടന്നില്ലെങ്കിൽ അത് റിട്ടേൺ ചെയ്യണം, പുതിയ ഗിഫ്റ്റ് എടുക്കണം, തുറന്നു പറയണം എന്ന കാഴ്ചപ്പാടാണ് കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് വിഷ്ണു അത്ര ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഫീൽ മുഖത്ത് കിട്ടിയിട്ടില്ല. എനിക്ക് സാധനം ഇഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എനിക്കറിയില്ല. കാരണം ഞാൻ അത് യൂസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അതാണ് എൻ്റെ ഡൗട്ട്. ഞാനിപ്പോൾ ഓഫീസിൽ പോകുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് ആസ് ഓഫ് നൗ. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് ഭയങ്കര പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കണ്ണട വെച്ച ഫൈനൊന്നുമില്ല. അങ്ങനെ ആവശ്യം വരാറില്ല എനിക്കത്. അതാ പറഞ്ഞു, ഞാൻ അങ്ങനെ ഭയങ്കര എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഗ്ലാസ് ഉപയോഗിച്ചിരുന്നത് എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴാണ്. പക്ഷെ ഇപ്പം ഡ്രൈവ് ചെയ്യുമ്പോൾ ഗ്ലാസ് ഉപയോഗിക്കാറുണ്ട്, പക്ഷെ ഡെയിലി ഇപ്പം ഡ്രൈവ് ചെയ്യാറില്ല. അതുകൊണ്ട് ഡെയിലി ഗ്ലാസ് ഉപയോഗിക്കേണ്ട ആവശ്യം വരാറില്ല. പിന്നെ ഈ നാട്ടിൽ സൂര്യൻ വരുന്നത് ആണ്ടിൽ സംക്രാന്തിക്കാണ്. അതുകൊണ്ട് അത്ര സമ്മർ സമയത്താണ് ശരിക്കും നമുക്ക് ഗ്ലാസ്. എന്നാലും 2 ഗ്ലാസ് ഒക്കെ ആവാന്ന് എന്റെ അഭിപ്രായം. പക്ഷെ എന്റെ അഭിപ്രായം മാനിക്കണ്ട. നമുക്കിത് വൈൻഡ് ഓഫ് പോയിട്ട് വിഷ്ണുവിനെ മാറ്റണം തോന്നുകയാണെങ്കിൽ മാറ്റാം, മാറ്റത്തിരിക്കും. എന്താണ് സർപ്രൈസ് ബ്രേക്ക്ഫാസ്റ്റ് പറ്റി പറയാനുള്ളത്? എനിക്ക് സർപ്രൈസ് ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റിയിട്ട് ഇന്നലെ ഇവള് വന്നപ്പം ഇവളുടെ ബാഗിൽ ഒരു ഫ്രൂട്ട്സുകൾ മൊത്തം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അറിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ യുവിക്കുള്ള പ്യൂര ഉണ്ടാക്കാനാണ് അത്. ഒരു തണ്ണിമത്തൻ, 1 ലിറ്റർ ഓറഞ്ച് ജ്യൂസ്, ഒരു വലിയ ആപ്പിള്, അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. യുവി മറ്റേ ഗുസ്തിന്റെ കോമ്പറ്റീഷൻ ഒന്നുമില്ലല്ലോ ഇത്രയും രാവിലെ തിന്നാൻ. അവനെ കൊണ്ട് ഒരാപ്പിള് തിന്നിപ്പിക്കുന്നതിന്റെ അവസ്ഥ നമുക്കറിയാം. അപ്പം എനിക്ക് തോന്നി ഇവിടെ എന്തോ ചെയ്യുന്നത്. പക്ഷെ ഇടിയപ്പം ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഇടിയപ്പം ഔട്ട് ഓഫ് സിലബസ് ആണ്. ഞാൻ ഇടിയപ്പം ഇവിടെ രാവിലെ എഴുതിയിട്ട് ഉണ്ടാക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട്
ഈ പറഞ്ഞ സാധനങ്ങളിൽ ഇടിയപ്പം കളർഫുൾ ഐറ്റം ആയതുകൊണ്ടും എനിക്ക് വിശപ്പുള്ളതുകൊണ്ടും ഇടിയപ്പം ഉണ്ടാക്കി നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഒന്നും കൂടെ നമുക്കൊരു ഹാപ്പി ആനിവേഴ്സറി വിഷ് ചെയ്യുന്നു. ഈ 7 കൊല്ലത്തിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യം എന്താണ്? എൻ്റെ ഒപ്പം ചെലവഴിച്ച മനോഹരമായ നിമിഷങ്ങളിലൊന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് താങ്കളുടെ മനസ്സിലോട്ട് വരുന്നൊരു കാര്യം എന്താണ്? പെട്ടെന്ന് തരണം. യുവി ഉണ്ടായത് എന്തോ തിരിഞ്ഞു പറഞ്ഞ കളിക്കണ്ടോ? എന്നാ കുറച്ച് സർപ്രൈസിംഗ് ആയി തോന്നിയൊരു കാര്യം പറഞ്ഞോളൂ. സർപ്രൈസിംഗ് തോന്നിയ ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ വിയേർഡായിട്ട് തോന്നിയ ഒരു കാര്യം പറഞ്ഞോളൂ. അതൊന്നും വിയേർഡായി തോന്നിയിട്ടില്ല. എല്ലാം പെട്ടെന്ന് ഓർമ്മ വരുന്ന അടിപൊളി കാര്യങ്ങളാണ്. ലൈക്ക് ഇപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് ആനിവേഴ്സറിന്റെ സമയത്ത് നമ്മുടെ പഴയ അപ്പാർട്ട്മെന്റിൽ നമ്മള് പുറത്തു പോയി വന്നപ്പം ഇവള് ലൈക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സഡീനെ കേട്ട് ഇവർക്ക് തന്നെ പക്ഷെ അതെന്റെ ഫസ്റ്റ് ആനിവേഴ്സറിയാണ്. ആലോചിക്കണം നിങ്ങൾ. അതിനു മുമ്പ് ആ സമയത്ത് ആ ദിവസം നമ്മളെന്തോ ആനിവേഴ്സറി ആയിട്ട് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യണ്ടെന്നൊക്കെ തീരുമാനിച്ച സംഭവമായിരുന്നു. കുറച്ച് ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ ഈ പ്രാവശ്യം ഒന്നും ചെയ്യണ്ട, നെക്സ്റ്റ് ടൈം അത് ഡിസംബറിൽ ഒന്ന് ട്രിപ്പ് പോയതോ ചെയ്തു നമ്മൾ. അപ്പം തിരിച്ചു വന്നപ്പം സാമ്പത്തികമായി വളരെ മുന്നേറി നിൽക്കുന്നൊരു അവസ്ഥയായിരുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ പുറത്തു പോയി തിരിച്ചു വന്നപ്പം ഇവള് വളരെ മിനിമലിസ്റ്റിക് ആയി ചെലവാക്കിക്കൊണ്ട് വീട്ടില് ഫുൾ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് ഞങ്ങൾ പോയ സമയത്ത് സനി വന്ന് ഫുൾ ഡെക്കറേറ്റ് പിന്നെ ആ ഗിഫ്റ്റുകളും അതായത് 5 സെൻസസ് എന്ന് പറഞ്ഞ ഗിഫ്റ്റ്. അപ്പോൾ ഒരു ചെറിയ പെർഫ്യൂം, ഒരു ഷർട്ട്, അങ്ങനത്തെ ചെറിയ ചെറിയ ഗിഫ്റ്റുകളും. അപ്പോൾ അത് ഭയങ്കര ഒരു വാവ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് എനിക്ക് ഓർമ്മ വരുന്ന ആ എക്സ്പീരിയൻസ് ആണ്. കാരണം അന്ന് ഞാൻ ഭയങ്കര ഷോക്കായി പോയി അങ്ങനെ ഒരു സംഭവം. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്നലെ ഒരു മറ്റേ ഫ്രൂട്ട്സ് കട കണ്ടുകൊണ്ട് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അല്ലാതെ അന്ന് എനിക്ക് ഒരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല, നമ്മളെവിടെയോ പുറത്തു പോയി വരികയായിരുന്നു. അപ്പം അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ കിടന്നിട്ടുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട്. അവനൊന്നും എടുക്കട്ടെ. പിന്നെ ഓരോ മറ്റേ ആനിവേഴ്സറിക്ക് വേറെ വേറെ പോവാണ് കൊടുക്കുക. കുറച്ച് വെള്ള പുഷ്പങ്ങളും കൂടെ ഉണ്ട്. കുറച്ചും കൂടെ നല്ലതാണ് ഇതിന്റെ. ഹാർലാണ് ആംസ്ലുവിനെ കണ്ടെടുത്തു. പെട്ടെന്ന് സർവീസ് വാങ്ങിക്കാനുള്ള ചിന്ത വേറെ ഒന്നും റീസെന്റ് നീ അങ്ങനെ നോക്കുന്നത് കണ്ടിട്ടില്ല. നമുക്ക് ഒരുമിച്ച് തുടക്കാം. ഉബിക്ക് ഗിഫ്റ്റ് ഒന്നുമില്ലേ? ഉബിക്ക് ഗിഫ്റ്റ് ബ്രേസ്ലെറ്റ് ആണോ? ഞാൻ പണ്ടോരുടെ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങിക്കണം എന്നിങ്ങനെ വിചാരിച്ചായിരുന്നു. ഈ പണ്ടോരാണ് സരോസ്കാണോ നല്ലത്? അങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചത് പണ്ടോരായിരുന്നു. നന്മ ഉണ്ടായിരിക്കില്ലേ? ശ്രദ്ധിക്കാൻ ചാടുന്നുണ്ട് കുറെ. എന്താണിത്? തുറന്നോളൂ. 1 2 3 1 2 3. മാല. ബ്രേസ്ലെറ്റ് അങ്ങനെ പോയ ശേഷം ബ്രേസ്ലെറ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബ്രേസ്ലെറ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. മാല എനിക്ക് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞോളൂ. സത്യമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് റെഗുലർ യൂസിന് പറ്റുമോ? പറ്റുന്നവര് പറഞ്ഞു. ആണോ? അപ്പൊ ഊരി വെക്കേ വേണ്ട. അങ്ങനത്തെ ഒരു മാലയാണ് ഞാനിപ്പോ നോക്കി നടക്കുന്നുണ്ടായിരുന്നു. ഇതന്ന് കൊള്ളാട്ടോ. സീരിയസ്ലി പറയാം. കൊള്ളാം. എനിക്ക് 2 സർക്കിൾസ് ഇഷ്ടപ്പെട്ടു. ഞാൻ ഡെയിലി യൂസിന് പറ്റുന്ന ഒരു മാല ഇങ്ങനെ നോക്കി നടക്കായിരുന്നു. അതായിരിക്കും കേട്ടോ വിഷ്ണു പറഞ്ഞത്. ഞാനിത് നോക്കി നടക്കണത് ശ്രദ്ധിച്ചായിരുന്നു എന്നാ. ഇതാണ് കേട്ടോ വിഷ്ണു തന്ന മാല. രസമുണ്ട് അല്ലേ? ഡെയിലി യൂസാന്നാണ് പറഞ്ഞത്. ഒന്നും കൂടെ നമുക്ക് ചോദിച്ച് കൺഫേം ചെയ്യാം കേട്ടോ. ഞാൻ ഡെയിലി യൂസിന് പറ്റുന്ന ഒരു മാല നോക്കി നടക്കുകയായിരുന്നു. ഞാൻ ഒരു 2 വർഷം മുന്നേയൊക്കെ വളരെ നൈസായിട്ടുള്ള അന്ന് ലോക്കറ്റ് ഇത് 2 അന്ന് ഒറ്റൊന്ന് മാത്രമായിരുന്നു. അത് ഉപയോഗിക്കുമായിരുന്നല്ലോ. പിന്നെ മാലകളൊക്കെ നിർത്തി വെച്ചായിരുന്നു. പിന്നെ വിഷ്ണുവിൻ്റെ അച്ഛനൊരു സ്വരോസ്കിയുടെ മാല ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ആ സമയത്താണ് എനിക്ക് വീണ്ടും അത് യൂസ് ചെയ്ത് തുടങ്ങണം എന്ന് ആഗ്രഹം തോന്നിയത്. പക്ഷെ അത് ഡെയിലി യൂസ് അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ വാങ്ങിക്കണം എന്നൊക്കെ ചിന്തിച്ചായിരുന്നു. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. രസമുണ്ട്. 2, ഒന്ന് സിൽവറും ഒന്ന് റോസ് ഗോൾഡും. കൊള്ളാം. ഗംഭീരായിരിക്കണോ? ഞാൻ ഭയങ്കര സെലക്റ്റീവ് ആണ് കേട്ടോ പൊതുവേ. അതായത് എല്ലാ കാര്യങ്ങളിലും അല്ല,
ഇപ്പോൾ ജ്വല്ലറി, ഡ്രസ്സ്, ചെരുപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ഗിഫ്റ്റ് തന്നു കഴിഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് എനിക്ക് ആരും അങ്ങനത്തെ സാധനങ്ങൾ ഗിഫ്റ്റ് തരാറില്ല. കാരണം അതിൽ ഞാൻ കുറച്ചധികം സെലക്റ്റീവ് ആണെന്നുള്ളൊരു പ്രശ്നം എൻ്റെ സ്വഭാവത്തിൽ. ഞാൻ എല്ലാ കൊല്ലവും ആനിവേഴ്സറിയുടെ സമയത്ത് ഈ വീഡിയോ 1-2 തവണയൊക്കെ ഒന്ന് കാണും കേട്ടോ. അതൊരു പ്രത്യേക ഫീലാണ്. നമ്മൾ അന്ന് ഭയങ്കര ട്രെൻഡിങ് ആണ്, ഫാഷനാണെന്ന് വിചാരിച്ച കാര്യമൊക്കെ ഒരു 7 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്തുപോലെ മാറിയില്ലേ. ഒന്നാമത് എൻ്റെ മേക്കപ്പ് പലർക്കും ഒന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് ഞാൻ എനിക്കിഷ്ടപ്പെട്ടതെന്ന് മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതല്ലാതെ വേറെ നമ്മൾ ഭയങ്കര അടിപൊളിയാണെന്ന് വിചാരിച്ച കുറേ കാര്യങ്ങൾ ഇത്ര ചെറിയ കൊല്ലത്തിനുള്ളിൽ തന്നെ എത്ര മാറി. എല്ലാ കൊല്ലവും വെഡിങ് ആനിവേഴ്സറിയുടെ സമയത്ത് ഞാൻ ഈ ഒരു കല്യാണത്തിന്റെ വീഡിയോ കാണുന്ന പോലെ വിഷ്ണു കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയുടെ വീഡിയോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആയി വറക്കാൻ തോന്നുന്നു. അത് അന്നും ഇന്നും ഞാൻ വർത്താനം പറഞ്ഞാൽ എന്ത് വ്യത്യാസമല്ലേ, നല്ല ചേഞ്ച് വന്നു എനിക്ക് വർത്താനം. മെഹന്തി പോയി കഴിക്കായിരുന്നു. രസമുണ്ട് വിഷ്ണു തന്റെ എക്സ്പ്രഷൻ. ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ ആണ് എനിക്ക് എപ്പോഴും തരേണ്ടത്. യുവി വരെ ഞെട്ടി കീറിയിട്ട്. യുവി രാവിലെ നീറ്റ് കഴിഞ്ഞാൽ പിന്നെയും കുറച്ചു നേരം കിടന്ന് ഉറങ്ങുമല്ലോ. ആ ഗ്യാപ്പിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എല്ലാം ചൂടാക്കി കഴിച്ചു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. മെല്ലെ ഇനി പുറത്തേക്ക് ഇറങ്ങാമെന്നാ വിചാരിക്കാൻ കേട്ടോ. ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട്. യുവി ഉറങ്ങായിരുന്നു, ഇപ്പോൾ എണീറ്റ് വരുന്നുണ്ട്. അപ്പോൾ അവൻ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യിച്ച് ഞാനും ഒന്ന് ഫ്രഷായി, വിഷ്ണു ഒന്ന് ഫ്രഷായി പുറത്ത് പോവാം. നമുക്ക് ബൈൻഗോഫ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അവിടുന്നാണ് ഞാൻ വിഷ്ണുവിന് ഈ കണ്ണട വാങ്ങിച്ചത്. അപ്പോൾ കണ്ണട മാറ്റി ബെൽറ്റ് എടുക്കണോ അതോ കണ്ണട മാറ്റി വേറെ ഏതെങ്കിലും ബെറ്റർ ഓപ്ഷൻ കിട്ടുമോ എന്നൊക്കെ നോക്കണം എന്ന് വിഷ്ണു പറയണം. അപ്പോൾ അതൊന്നും നമുക്ക് നോക്കാം. പിന്നെ അതിൻ്റെ ഒപ്പം ഞാൻ ഒരു ബാഗ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ 1 മില്യൺ ഗിഫ്റ്റ് പെൻഡിങ് ആണല്ലോ. അപ്പോൾ അത് ഞാൻ കുറച്ച് കാലമായി നോക്കി വെച്ചിട്ട് എടുക്കണോ വേണ്ടെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഫൈനലി എടുക്കാം എന്നുള്ള ഒരു ചെറിയൊരു തീരുമാനം എടുത്തിട്ടുണ്ട് മനസ്സിൽ. അപ്പോൾ അതൊന്ന് പോയി നോക്കാം. അവിടെ എത്തിയിട്ട് ചിലപ്പോൾ എടുക്കാം. എനിക്കങ്ങനെ ഫുൾ എടുക്കണോ വേണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. തോന്നിയിട്ടപ്പോൾ തോന്നുകയാണെങ്കിൽ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാ പുറത്തൊക്കെ ഒന്ന് നടന്ന് കറങ്ങി തിരിച്ചു വരാം. ഈവനിങ് നമ്മളൊരു ഡിന്നർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിന്നറിന് പോകണം. അങ്ങനെ നമ്മൾ 3 പേരും കൂടെ സ്പെൻഡ് ചെയ്യുന്ന ചെറിയൊരു ക്യൂട്ട് ലിറ്റിൽ ഡേ. അതാണ് നമ്മുടെ ഇന്നത്തെ. എനിക്ക് സത്യം പറഞ്ഞാലേ മുടി കുറച്ച് വളർന്നിട്ട് ഞാനല്ലാതെ ഇതുപോലൊരു തോന്നൽ. നമുക്കിത് മുറിച്ച് ചെറുതാക്കണ്ടേ? പുറത്തു പോകാൻ വേണ്ടി നമ്മൾ ഏകദേശം റെഡിയായി. ഇത് ഞാൻ ഇന്നലെ ചുമ്മാ പുറത്തു പോയപ്പോൾ സാറയിൽ നിന്ന് വാങ്ങിച്ച ഒരു വൈറ്റ് സ്വെറ്ററാണ്. പിന്നെ ജീൻസ് കാണാനുണ്ടോന്ന് അറിയില്ല, കുറച്ച് മുകളിലായി പോയി ക്യാമറ വെച്ചത്. കണ്ടുടനെ ഭയങ്കര ആഗ്രഹം തോന്നി, കൊതി തോന്നി എടുത്ത ഒരു ജാക്കറ്റായിരുന്നു ഇത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇട്ട് കഴിഞ്ഞപ്പോഴും ട്രൈ ചെയ്ത് നോക്കിയപ്പോഴൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ജാക്കറ്റ് ഞാൻ ഇപ്പം ഈ ഡ്രസ്സിൻ്റെ ഒപ്പം വെയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ജീൻസ് വേണം നമുക്ക്. എൻ്റെ ജീൻസ് എല്ലാം അലക്കാനിട്ടിരിക്കുകയാണ്, ഒന്നും ബാക്കിയില്ല. അതുകൊണ്ട് തൽക്കാലം ഈ ജാക്കറ്റ് നമുക്ക് കയ്യിൽ വെക്കാം, ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ സിമ്പിളായി പ്ലെയിൻ ആയിട്ടുള്ള തന്നെയാണ് രസം എന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതിൻ്റെ ഒപ്പം ഇത് വരുമ്പോൾ കുറച്ചൊരു ചേരാത്ത പോലല്ലേ, കുറച്ചൊരു ബ്ലാക്കോ അല്ലെങ്കിൽ ഈ കളറിന് എനിക്കൊരു പാൻസ് കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായാലും തപ്പി, പക്ഷെ എനിക്ക് കിട്ടിയില്ല. തൽക്കാലം ഇതാണ് നമ്മുടെ ഇന്നത്തെ പുറത്തു പോകാനുള്ള രാവിലത്തെ ഔട്ട്ഫിറ്റ്. യുവി അപ്പുറത്തെ റൂമിൽ റെഡി ആയിട്ടുണ്ട്. ഞാൻ അവിടെ എത്തിയിട്ട് വേണം വിഷ്ണു റെഡി ആകാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് ഗെറ്റ് റെഡി ഒക്കെ എടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ പോയി ഇനി യുവിയുടെ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യട്ടെ. യുവി നെറ്റ് വാങ്ങിക്കട്ടെ, വിഷ്ണു പോയി റെഡിയാവും. ഞങ്ങള് 3 പേരും റെഡി ആയിട്ടുണ്ട്. ഇന്ന് പുറത്തു പോകുന്ന വിചാരിക്കുകയാണ് അല്ലേ. ആംസ്റ്റർഡാം സെൻട്രലിൽ പോകാന്നാണ് വിചാരിക്കുന്നത്. ഇവന് പുറത്തു പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ആംസ്റ്റർഡാം അല്ലേ? സോറി, കുറച്ചേരം വീഡിയോ എടുക്കാന്ന് പറഞ്ഞ് ഞാൻ വിഷ്ണു ചെറിയൊരു വാഗ്വാദത്തിൽ ഏർപ്പെടേണ്ടി വന്നു. എനിക്ക് ആംസ്റ്റർഡാം പോകണമായിരുന്നു, വിഷ്ണുവിന് ആംസ്റ്റൽവേന പോകേണ്ടത്. അതൊന്ന് സംസാരിച്ച് തീരുമാനമായതിനു ശേഷം നമുക്ക് തിരിച്ചു വരാട്ടോ. അപ്പോൾ നിങ്ങൾ ആംസ്റ്റർഡാമോ ആംസ്റ്റൽവേനോ ഏതെങ്കിലും ഒരു വൈൻഗോഫ് പോയിട്ട് വിഷ്ണുവിനെ കണ്ട റിട്ടേൺ ചെയ്യണമെന്ന് നോക്കും. എനിക്കൊരു ബാഗ് വാങ്ങിക്കണമെന്ന് നോക്കും. യുവി നമ്മുടെ ഒപ്പം ഇരുന്ന് കഴിച്ചു കാണും. ഞാൻ പറഞ്ഞു യുവിക്ക് പുറത്തു പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് ഇവനെ കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവൻ കുറേയൊക്കെ ഉറങ്ങും, ബാക്കി നേരം അവന് ഭയങ്കര ഇഷ്ടമാണ് പുറങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. ഇങ്ങനെയൊക്കെ എത്തി വെക്കണതാണ്. അപ്പൊ എനിക്ക് ഇവനെയും കൊണ്ട് ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സെങ്കിലും പുറത്തു പോകാൻ വേണ്ടി നോക്കാറുണ്ട്, നടക്കാനോ അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുപോകാനൊക്കെ. അന്ന് റോസിന്റെ ഒപ്പം പോയതായിരുന്നു ആദ്യമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയത്. പക്ഷെ അത് എനിക്ക് ഭയങ്കര ധൈര്യം ആവേശം കിട്ടി അല്ലേ. എങ്കിലും ഇറങ്ങണം എന്ന് വിചാരിച്ചിരുന്നു. ഇപ്പൊ സമയം 1:45. എന്ത് മുകളിലാണോ? ഇറങ്ങാൻ നേരത്തെ ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയപ്പർ ബാഗ് പാക്കിങ് കേട്ടോ.
അമ്മു ചേച്ചി എനിക്ക് പറഞ്ഞൊരു ടിപ്പായിരുന്നു, എല്ലാ ഓൾട്ടർനേറ്റ് ഡേയ്സ് നമ്മൾ വീട്ടിലിരിക്കുന്ന സമയമുണ്ടല്ലോ, ഒരു 5 മിനിറ്റ്സ് എടുത്തിട്ട് ഡയപ്പർ ബാഗ് എപ്പോഴും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഡയപ്പർ ബാഗിന് വേണ്ടി വേറെ ഫീഡിംഗ് ബോട്ടിലും വേറെ പാസിഫയറും വേറെ ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അത് ഓൾ ടൈം പാക്ഡ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇറങ്ങുമ്പോൾ ടപ്പ് എന്ന് പറഞ്ഞെടുത്ത് ഇറങ്ങാൻ പറ്റും. ഞങ്ങൾ ഇതുവരെ അതിലേക്ക് എത്തിയിട്ടില്ല. ഓൾട്ടർനേറ്റ് ഡേയ്സ് പാക്ക് ചെയ്യാൻ ഞാൻ വിഷ്ണു എന്നെയും ഓർമ്മിപ്പിക്കും, ബാബാന്യമ്മ അങ്ങോട്ട് നടക്കുക, അർത്ഥനമ്മ മുന്നിൽ നടന്നോളാ എന്നുള്ളതിൽ. അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഈ പൂവ് എടുത്ത് വെച്ചില്ലെങ്കിൽ വാടൂടോ, വന്നിട്ട് എടുത്ത് വെക്കാം അല്ലേ? പിന്നെ സമയമില്ല, എന്തായാലും എടുത്ത് വെക്കാം. ഒരു 3-4 മണിക്കൂർ ആ പൂവ് പിടിച്ചു നിൽക്കുമായിരിക്കും. നമ്മൾ ആംസ്റ്റർഡാം സെൻട്രൽ വരാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇവിടെയാണ് കുറച്ചും കൂടെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കുക എന്നൊരു തോന്നല്. അപ്പോൾ നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടുന്ന് നമുക്ക് ലഞ്ചും കഴിക്കാൻ മോളുന്ന്. രാവിലെ നല്ലോണം അടിച്ചുവിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ നല്ലോണം വിശക്കുന്നുണ്ട്. യുവി ഇപ്പോൾ ബാക്കിൽ ഒറ്റയ്ക്ക് ഇരിക്കും കേട്ടോ. സ്വയം പര്യാപ്ത ഭരിച്ചിരിക്കുന്നു. സ്വന്തമായിട്ട് ഉറങ്ങും, സ്വന്തമായിട്ട് ബാക്കിലിരിക്കും. 1 വയസ്സാവുമ്പോൾ മറ്റേ ലിസ്റ്റ് കൊടുത്തിട്ട് ആൽബർട്ടനിൽ വിടാൻ പറ്റണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ വലിയ തിരക്കേടില്ലാതെ ഒറ്റയ്ക്ക് ബാക്കിലിരിക്കും. പിന്നെ ഈ പറയുന്ന പോലെ മിററിന്റെ സപ്പോർട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാർ സീറ്റ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തിനാണ് കരയണേന്നുള്ളത് പെട്ടെന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് നോക്കി തിരിച്ച് അതേപോലെ അങ്ങോട്ട് വെക്കുകയും ചെയ്യാം. അപ്പൊ ആ 2 ഓപ്ഷൻസും നമുക്കുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ, ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് വേണ്ടി ഇനി ബാക്കി വിഷ്ണു സംസാരിക്കുന്നതാണ്. ഇല്ല, വിഷ്ണുവാണ് ഇനി എന്റെ ശബ്ദമാവുന്നത്. എനിക്ക് വേണ്ടി കാര്യങ്ങൾ എനിക്ക് നമ്മളുടെ വിഷ്ണുവിനെ പറ്റുന്നുള്ളത് തുമ്പിനെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന പരിപാടിയായി പോകും. അതുകൊണ്ട് എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വോയിസ് ഓവറിലോട്ട് കിടക്കാം. ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തതാണ്. ചിലപ്പോൾ നമുക്കിനി വീഡിയോസ് കണ്ടിന്യൂസ് ആയി ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്നും എടുത്തു വെച്ച വീഡിയോ, അതായത് ഒരു 3-4 ദിവസം മുന്നേ എടുത്ത് വെച്ച് ഫെബ്രുവരി തൊട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. അതിനനുസരിച്ച് പ്ലാനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തു. എന്റെ റുട്ടീൻസ് ഞാൻ ബെറ്റർ ആക്കിയപ്പോൾ എനിക്ക് സമയം കിട്ടാൻ വേണ്ടി തുടങ്ങി. എന്റെ വീഡിയോസ് എല്ലാം റെഡിയാണ്. പക്ഷെ വോയിസ് ഓവർ ചെയ്താലല്ലേ ഇതൊന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടി പനി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തളർന്നില്ല, ഞാൻ പണിയെടുത്തുകൊണ്ടിരുന്നു. പക്ഷെ അടിച്ചു പോയി കഴിഞ്ഞപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഒരു വീക്ക് ഡേ സെന്ററും വരുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ അല്ലേ വരിക. ഭയങ്കര തിരക്കായിരിക്കും എല്ലാവരും കൂടെ. പക്ഷെ ഇപ്പൊ നോക്കി നോക്കൂ, 2 സൈഡും കാലിയായി കിടക്കണം. എന്റെ ശബ്ദം ഇത്തവണ ഒരു 1.5 പോക്കാട്ടോ പോയത്. ഇപ്പൊ 4 ആഴ്ചയവനെ ഏകദേശം. ഇപ്പോഴും ഇങ്ങനെ തുറന്നു വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. ചെറിയൊരു വ്യത്യാസം ഇപ്പോഴുള്ളൂ അല്ലേ? നമ്മളങ്ങനെ നേരെ ബൈൻഗോർഫിന് അവിടെ കാറ് പാർക്ക് ചെയ്ത് നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ബാഗ് നോക്കാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യുക അല്ലെങ്കിൽ അച്ചീവ് ചെയ്തെന്നൊക്കെ എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ എനിക്ക് തന്നെ ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ 2-3 തവണ ഞാനിവിടെ വന്ന് ബാഗൊക്കെ നോക്കി പിന്നെ വേണ്ടാന്ന് വിചാരിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഇത്തവണയും ഞാൻ വേണ്ട തന്നെ വെച്ചേ. പക്ഷേ വിഷ്ണു ആയിരുന്നു ഭയങ്കര സർപ്രൈസിംഗ്ലി കുറേ നേരമായില്ലേ നോക്കണു, വേണമെങ്കിൽ എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് അതെനിക്ക് വാങ്ങി തന്നത്. അതെനിക്ക് സർപ്രൈസ് ആയിരുന്നു. അങ്ങനെ അതങ്ങോട്ട് വാങ്ങിച്ചു. കുറേ കാലമായി ഞാൻ വേണോ വേണ്ടതൊക്കെ അങ്ങനെ ആലോചിച്ച് ഇരിക്കുന്നു. അവസാനം ഇത്തവണ എന്തോ വിഷ്ണുവാണ് എന്നോട് പറഞ്ഞ അങ്ങോട്ട് എടുക്കാൻ അല്ലേ, അങ്ങനെ എടുത്തു. ഇനി വിഷ്ണുവിന്റെ കണ്ണട മാറ്റാൻ പോവാന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. ഇങ്ങോട്ടല്ല അങ്ങോട്ടാ, അല്ല അതതിന്റെ ഇതാണ്. ആ ഒരു ഡയറക്ഷനിലാണ് പോയെങ്കിലും എത്തിയത് നമ്മൾ ഫുഡ് കോർട്ടിലായിരുന്നു കേട്ടോ. നമുക്ക് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ യുവിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന് ഫീഡ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ വന്നു. നമ്മളും ചെറുതായിട്ട് ഒരു നൂഡിൽസൊക്കെ വാങ്ങി ഷെയർ ചെയ്തു. എല്ലാ തവണയും ഇങ്ങനെ മുടി കെട്ടുമ്പോൾ എനിക്ക് കണ്ണാടി നോക്കുമ്പോൾ ഒരാളെ തന്നെ ഓർമ്മ വരും. അതിങ്ങനെ തുറന്നിടുമ്പോഴാട്ടോ 2 സൈഡ് കെട്ടി വയ്ക്കുമ്പോൾ അത്ര തോന്നാറില്ല, എന്നാലും തോന്നാറുണ്ട്. അവതാറില്ലേ, അവതാർ 2, അതിൻ്റെ ഒരു ചായ എനിക്ക് കണ്ണാടി നോക്കുമ്പോൾ എപ്പോഴും തോന്നും. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്നെ കാണുമ്പോൾ അങ്ങനെ? എനിക്ക് വേണ്ടി വിഷ്ണു സംസാരിക്കുന്നതാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മള് വീട്ടിൽ പോവാണ്. എന്നിട്ട് യുവിക്ക് ഫുഡ് കൊടുക്കണം. യുവിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. യുവി ഫുഡ് കഴിക്കുന്നു. പിന്നെ ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവുന്നു. എന്നിട്ട് നമ്മൾ യുവിനെ ഉറക്കാൻ പറ്റുകയാണെങ്കിൽ ഉറക്കിയിട്ട് നേരെ ഗീതുവിൻ്റെ അടുത്താക്കുന്നു. അപ്പോൾ യുവി അവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നു. ആ സമയത്ത് നമ്മളൊന്ന് ഡിന്നർ കഴിക്കും. യുവിക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. വിഷ്ണു ഇപ്പം മോള് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് കുറച്ചു നേരമായി. ആ നേരം ഞാനും യുവിയും കൂടി ഇവിടെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കുകയാണ്. എന്താ അപ്പത്? ഫുൾ കഴിച്ചു. വിഷ്ണു ഉണ്ടല്ലോ എന്നോട് ഒന്നും ചെയ്യണ്ട, നീ ഇതേപോലെ വന്നാൽ മതി, നല്ല സ്വെറ്റ് ഷർട്ടും നല്ല ജീൻസും എന്നൊക്കെ പറഞ്ഞ ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് മേലൊഴുകിയിട്ട് ഞാൻ ഇതേപോലെ വരാന്ന് പറഞ്ഞിട്ട് അമ്മേനെ ചതിച്ചു. എന്നെ അമ്മയ്ക്കും പറയാനുള്ളത്, അമ്മേനെ ചീറ്റ് ചെയ്തു. പോയി ഭയങ്കര ഫോർമൽസ് ഒക്കെ ഇട്ട് ബ്ലാക്ക് ഷർട്ടും വാപ്പുവാ. ഇവയുടെ സ്ലീപ്പ് ടൈം ആയിട്ടുണ്ട്. ഇവയ്ക്ക് ഇങ്ങനെ ഉറക്കം വലിച്ചു കിട്ടുന്നത് ഇവയ്ക്ക് ഇഷ്ടമല്ല. കമോൺ, ഇച്ചിരി ലിപ്സ്റ്റിക് എങ്കിലും ഇട്ടേക്കാം. ലോവി നമ്മൾ ഉബീനെ കൂട്ടുന്നില്ല കേട്ടോ, കാരണം ഉബിക്ക് 7 മണിയായാൽ നല്ല ഉറക്കം വരും. പിന്നെ അവനെയും കൊണ്ട് നമ്മൾ വെറുതെ റെസ്റ്റോറൻറ്റിൽ പോകുന്ന പുള്ളിക്ക് ഒരു മഹാപാപാണ്.
അവിടെ ഒരു രസം ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മൾ രണ്ടുപേരും ഫുഡ് കഴിക്കും, വർത്താനം പറഞ്ഞിരിക്കും. ആ സമയം യുവിക്ക് സുഖമായി കിടന്നുറങ്ങാം. ഗീതുവിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ 8:30ക്കാണ് റിസർവ് ചെയ്തിട്ടുള്ളത്. ഒരു 8 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ടൊരു 10:30 2 മണിക്കൂറിൻ്റെ കാര്യം ഉണ്ടാവില്ല, അതിന് മുന്നേ നമ്മൾ തിരിച്ചു വരും. ഈ ഒരു സ്മോൾ മൊമെന്റ്സ് നമ്മൾ മിസ് ചെയ്യരുത് എന്നുള്ളത് നമ്മൾ അന്ന് പോയൊരു ഡേറ്റ് നമ്മൾ പഠിച്ചതായിരുന്നു. അപ്പോൾ അമ്മു ചേച്ചിയും ദീപ ചേച്ചിയും ഒക്കെ ആനിവേഴ്സറി ബർത്ത്ഡേ സമയത്തൊക്കെ ഒരു ദിവസം ഡേറ്റിന് പോയി വരാറുണ്ട്. അത് എത്ര ബെനിഫിഷ്യൽ ആണെന്നുള്ളത് അവർ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും ഒരു ചെറിയ ഡിന്നറിന് പോയിട്ട് വരാട്ടോ ഉവി. കണ്ടോ ഉവി ഹാപ്പിയാണ് അതില്. എന്നാലും താനോട് ചെയ്ത ചതിയേ, സുന്ദര സുമുഖനായി വന്നിരിക്കുക. ബ്ലാക്ക് ഷർട്ടും ക്രീം കളർ പാൻസും ഒക്കെ ഇട്ടിട്ട് ഒന്നും വേണ്ട, ഇങ്ങനെയും നമ്മൾ പോകണമെന്ന് പറഞ്ഞിട്ട് ഫോർമൽ ഷൂസും. ഞാൻ 5-10 മിനിറ്റിൽ അടുത്ത കാര്യങ്ങൾ ഈ ഇത് ചെയ്ത് എത്ര സമയം നോക്കി ഡിന്നർ വിളിച്ച് നാളെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കൊണ്ടിരിക്കുന്നു. നമ്മളങ്ങനെ യുവി ബോയിനെ ഗീതുവിൻ്റെയും പ്രതുവിൻ്റെയും അവിടെയാക്കി. അവിടെ എത്തിപ്പോക്കി അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടെ പാലൊക്കെ കൊടുത്ത് സുഖമായി കിടത്തി ഉറക്കി. അവനങ്ങനെ രാത്രി ഒരുപാട് തവണ എണീക്കുന്ന സ്വഭാവമില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ സോളിഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്പർ ഓഫ് പാല് കൂടിയും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വരുമ്പോഴൊക്കെ തന്നെയാണ് എണീക്കാൻ സാധ്യതയുള്ളൂ. നമ്മൾ യുവിക്ക് റുട്ടീൻ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം കഴിവതും നമ്മളത് ബ്രേക്ക് ചെയ്തിരിക്കാൻ നോക്കാറുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ അവനൊരു പാറ്റേണിൽ സുഖമാണ് അവനിപ്പോൾ നോക്കാൻ വേണ്ടിയിട്ട്. അവൻ്റെ കാര്യങ്ങളെല്ലാം ഓരോ സമയത്ത് എന്താണെന്നുള്ളത് അവന് തന്നെ അറിയാം. അപ്പോൾ അതധികം ബ്രേക്ക് ചെയ്തിരിക്കാൻ നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ അവൻ റുട്ടീൻ തെറ്റിക്കാതെ സുഖമായി അവിടെ കിടന്നുറങ്ങട്ടെ. നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് മെല്ലെ ഇവിടെ നിന്ന് ഇറങ്ങാം. ആനിവേഴ്സറി എന്ന് പറഞ്ഞതുകൊണ്ട് ഇവർ സർപ്രൈസായിട്ട് ഒരു ചെറിയ ഡെസേർട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ക്യാൻഡിലൊക്കെ വെച്ചിട്ട്. അങ്ങനെ നമ്മൾ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് മെല്ലെ നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ കുട്ടി ഡെസേർട്ട് കേട്ടോ. നമ്മൾ ഏകദേശം പറഞ്ഞ സമയമായപ്പോക്ക് നമ്മൾ തിരിച്ചിവിടെ എത്തി. ഇടയിൽ 2-3 തവണ നമ്മൾ വിളിച്ചു ചോദിച്ചായിരുന്നു. അവൻ സുഖമായിട്ട് ഉറങ്ങുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അവൻ രാത്രി അധികം അങ്ങനെ എണീക്കുന്ന ഒരു പ്രശ്നമില്ല. രാത്രി ഇനി ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ ഇടയിൽ എണീറ്റാലും അവൻ തന്നെ വീണ്ടും താല്പര്യം കിടന്നുറങ്ങാനാണ്. രാത്രി ഹീസ് എ ഗുഡ് ബോയ്. അയ്യോ, രാത്രി എന്നല്ല കേട്ടോ, പകലും ഹീസ് എ ഗുഡ് ബോയ്. അങ്ങനെ പ്രത്യേകിച്ച് വാശികളോ ഒന്നും ഉള്ളൊരു കുട്ടിയല്ല യുവി. പിന്നെ അവൻ പൊതുവേ ഭയങ്കര സോഷ്യലാണ് കേട്ടോ. അങ്ങനെ വലിയ പരിചയക്കേടും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാവരും പറയുന്ന പോലെ അധികം ഒരു സ്മൈലിംഗ് ഫേസ് ഒക്കെയാണ്. എന്തായാലും ഗംഭീരമായിട്ടൊരു ദിവസം നമ്മൾ 3 പേരും കൂടെ ആഘോഷിച്ചു. പുറത്തൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ എന്തൊക്കെയോ ചെയ്ത് നല്ലൊരു ദിവസമായിരുന്നു. രാത്രി ഞാനും വിഷ്ണുവും കൂടെ പോയി നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു. നമ്മളങ്ങനെ പ്രതുവിനോടും ഗീതുവിനോടും കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ മെല്ലെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇവിടുന്ന് പിന്നെ ഒരു 10 മിനിറ്റേയുള്ളൂ നമ്മുടെ വീട്ടിലോട്ട്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സസ്നേഹം തനി മലയാളി. പെട്ടെന്ന് തന്നെ കാണാട്ടോ. ടാറ്റാ.